കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വരൂ, ഗുരുവായൂരപ്പനെ കാണാം. ഇന്ന് ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത് നോക്കാം. അങ്ങനെ വരുമ്പോൾ ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയി തൊഴാം. അതിനുശേഷം അവിടുന്ന് ഗോപുരവാതിലൊക്കെ കടന്ന് അകത്തേക്ക് ഇങ്ങനെ പ്രവേശിക്കാം. അങ്ങനെ വരുമ്പോൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ അകത്തേക്ക് ഇങ്ങനെ നോക്കുക. അപ്പോൾ ആ ഒരു നെയ്വിളക്കിൻ്റെ പ്രഭ നമ്മളിലേക്ക് കാണാം. അതിനുശേഷം നമ്മൾ നേരെ ഇടത്തെ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം. ആ പീഠം നോക്കിയിട്ടൊന്ന് മേൽപ്പത്തൂരിനെ സ്മരിക്കുക. വലതേ സൈഡിലുള്ള തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കണ്ട ആ തൂണ് നോക്കിയിട്ട് തൊഴാം. പിന്നീട് ഇങ്ങനെ ശ്രീലകത്തേക്ക് നമ്മൾ നോക്കി നടക്കുക. അങ്ങനെ വരുമ്പോൾ ശ്രീലകത്തേക്ക് എത്തുമ്പോൾ ആ സോപാനപ്പടർ അവിടെ എത്തുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണാവുന്ന കാഴ്ച ആ ഭഗവാന്റെ ഉണ്ണിക്കണ്ണൻ്റെ കാൽപാദങ്ങൾ, 2 കാൽപാദങ്ങൾ കാണുന്നു. ആ കാൽപാദങ്ങൾ ഇങ്ങനെ കാൽവളകൾ കാണാണ്ട് അങ്ങനെ പട്ട് ഇങ്ങനെ ഞൊറിഞ്ഞെടുത്ത് നല്ല തടിച്ചുരുണ്ട ഒരു ഉണ്ണിക്കണ്ണനാട്ടൊന്ന് ഒരേപോലെ നല്ല തടിയൻ കുട്ടിയാണ്. അങ്ങനെ അരയിൽ നോക്കുമ്പോൾ അരമണി ഇങ്ങനെ കാണാണ്ട്, പിന്നെ ഇങ്ങനെ കിങ്ങിണി തുടരെയൊക്കെ അധിയനങ്ങനെ ഞാന്ന് കിടക്കുകയാണ്, വലിയ വലിപ്പത്തിലുണ്ട്. അങ്ങനെ നോക്കി അരമണിയൊക്കെ കാണാണ്ട് അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അരയിലൊരു കയറും കെട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കൈവളകൾ കാണാണ്ട്, കൈവളകൾ 2 കൈവളകൾ കാണുന്നു. ഒരു കയ്യിൽ വെണ്ണ ഉണ്ട്, മറു കയ്യിലൊരു ഓടക്കുഴലുണ്ട്. ആ അരയിൽ കെട്ടിയണതോ ഒരു ഉരലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അന്ന് ദാമോദര സ്വരൂപമായിട്ടാട്ടോ ആ ശ്രീലകത്ത് ഭഗവാൻ നിൽക്കുന്നത്. എന്തൊരു രസമാണ്! ഒരേപോലത്തെ നല്ല തടിച്ചുരുണ്ട ഒരു ഉണ്ണിക്കണ്ണ്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ മാറത്തൊരു മാങ്ങാമാലയും ഒരു വളയം പോലത്തെ ഒരു മാലയും ഒരു പതക്കം മാലയും, പിന്നെ ഗോപി തിലകം വെച്ചിട്ടുണ്ട്. പീലിത്തിരിമുടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ആ ദാമോദര സ്വരൂപത്തിലാണ്. തിരുമുടിമാല 2 ഉണ്ട്. തുളസിയും തെച്ചിയായിട്ടുള്ള ഒരെണ്ണം, വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും, അങ്ങനെ 2 തിരുമുടിമാലകൾ. അതേപോലെ ഉണ്ടമാലകൾ വെളുത്ത പൂവും തുളസിയായിട്ടുള്ള ഒരെണ്ണം, വെളുത്ത പൂവും തെച്ചിയും തുളസിയായിട്ടുള്ള ഒരെണ്ണം, അങ്ങനെ 2 ഉണ്ടമാലകൾ. നല്ല പിന്നെ വിധാനമായിട്ട് 4 തുളസിമാലകൾ കാണാണ്ട് ആ വെണ്ണൂറിലെ കയ്യിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഈ ഉരലിൽ കെട്ടിയതാണോന്നൊന്നും എനിക്ക് ബാധിക്കില്ല എന്നാണ്. ഞാൻ ഭക്ഷണം കഴിക്കണോ വെണ്ണ കഴിക്കുകയാണ്. അപ്പോൾ ബാക്കി അമ്മ കെട്ടിയിട്ടതൊക്കെ അവിടെ കെട്ടി കിടന്നോട്ടെ, എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല എന്നാണ് പറയുന്നത്. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊക്കെ തരണം ചെയ്യാൻ സാധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഓരോന്നിനും ഓരോ കർമ്മത്തിനും ഹേതു ആവുക എന്നല്ലേ ഉള്ളൂ. എല്ലാം തൻ്റെ മായയാണ് എന്നാണ്. ബാക്കി ഇപ്പോൾ എന്തുണ്ടാക്കിയാലും എന്തില്ലാതെ ചെയ്യാലും ഭഗവത് സമക്ഷത്തിലെത്തുമ്പോൾ ഇതൊന്നും ശാശ്വതമല്ല എന്നാണ് പറയുന്നത്. ആ ഒരു കാഴ്ചയാണ്. എത്ര അസുരന്മാരെ എന്തൊക്കെ ചെയ്യുന്നു, അതൊക്കെ ഓരോരോ കാഴ്ചകളാണ്. നമ്മളെന്തായാലും ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തുള്ള ആ ദാമോദര സ്വരൂപം കണ്ട് നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് കണ്ട് തൊഴുകയാണ്. എല്ലാവരും തൊഴുതോളും. അത് കഴിഞ്ഞാൽ നേരെ സോപാനത്തു നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അഗ്നികോണിലേക്കൊന്ന് നോക്കി തൊഴുക, തിടപ്പള്ളി നോക്കി തൊഴുക. അതുപോലെ പിന്തിരിഞ്ഞ് നോക്കിയാൽ ആ ചുവരിൻ്റെ മുകളിൽ ആലിലെ കണ്ണനെ കാണാം, കണ്ട് തൊഴുക. പിന്നീട് നമ്മൾ വരുമ്പോൾ ആ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് വിഘ്നേശ്വരൻ്റെ അടുത്ത് വരിക. ആ വിഘ്നേശ്വരനെ ഒന്ന് കണ്ട് തൊഴുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞിട്ട് സരസ്വതി ദേവിനെ കാണുക. സരസ്വതി ദേവിനെ പ്രാർത്ഥിച്ച് തൊഴുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അത് തൊഴുത് അവിടുന്ന് എത്തുമ്പോൾ ആ കോർണറിലെത്തുമ്പോൾ ചെറിയ ഗണപതിയെ വീണ്ടും കാണാം. ഒരു തുളസിമാല ഇട്ടിട്ടുണ്ടെന്ന്. അങ്ങനെ വരുമ്പോൾ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങൾ കാണാം. അത് കഴിഞ്ഞ മേൽശാന്തി ഇരിക്കുന്നിടത്ത് മേൽശാന്തി തന്നെ ഇരിക്കണം. ഇന്നത്തെ ഉച്ചപൂജ മേൽശാന്തിയാണ്. മേൽശാന്തി കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂരിപ്പാടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങാം. അങ്ങനെ അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നേരെ
വാമന രൂപം കാണാം. പിന്നെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ആ രൂപം കാണാം. പിന്നെ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴാം. പിന്നെ അനന്തശായിയായ അനന്തപത്മനാഭനെ കാണുക, തൊഴുക. അവിടെ നിറയെ പൂക്കൾ കൊണ്ട് ഇങ്ങനെ മേലെ വിധാനമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അത് കഴിഞ്ഞ് നേരെ തിരിഞ്ഞു വരുമ്പോൾ ശ്രീരാമചന്ദ്രനെ അതേമാതിരി ബലരാമസ്വാമി പരശുരാമസ്വാമീനെയൊക്കെ കണ്ട് തൊഴുത്, കൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത്, മുരുകനെ കണ്ട് തൊഴാം. മുരുകനെയൊക്കെ കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. അവിടെ അന്നൊരു തുളസിമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ച് നേരെ നമ്മൾ അവിടുന്ന് രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഓവിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടിയും പ്രാർത്ഥിക്കാം. അതിൻ്റെ അടുത്തുള്ള താമരക്കണ്ണനെ തൊഴാം. വീണ്ടും നമ്മൾ മുന്നിലേക്ക് നടന്നാൽ ആ ഗ്രില്ലിൻ്റെ അവിടെ നിന്നാൽ മണിക്കിണർ കാണാം. പിന്നെ ആ നൃത്താറയിൽ നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണി നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് ആ രൂപത്തെ നോക്കി സമാധാനത്തോടെ തൊഴുക. കിടാവിളക്ക് കത്തി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ വടക്കേ നടയിലൂടെ ഇങ്ങനെ കുറൂരമ്മേനെയൊക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നേരെ വടക്കേ നടയിലൂടെ പുറത്തിറങ്ങി പ്രസാദ കൗണ്ടറിൽ നിന്ന് പ്രസാദമൊക്കെ ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞാൽ നേരെ എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെയൊക്കെ തിരക്കന്നായിട്ട് എന്നും നല്ല തിരക്ക് തന്നെയാണ്. രാവിലെ കുറച്ച് ഒഴിവായിരുന്നു, പിന്നീട് തിരക്കായി. ഭഗവതിയുടെ അവിടെ വന്ന് അമ്മയെ കണ്ട് തൊഴുക. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ട് തൊഴുത് ആ കോർണറിലെത്തിയ മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. മമ്മിയൂരപ്പൻ്റെ അവിടേക്ക് നോക്കിയിട്ട് തൊഴുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക. മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിക്കുക. അപ്പോൾ നമ്മൾ ആ മമ്മിയൂർ പോയ അനുഭവമായി. പിന്നീട് നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ഒരിക്കൽ കൂടി നമുക്ക് ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ദാമോദര സ്വരൂപം കാണാം, തൊഴുതാം. പിന്നെ വീണ്ടും കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക, അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അയ്യപ്പസ്വാമിയുടെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. ആ ഭൂതനാഥനെ തൊഴുത് നമ്മൾ പടിഞ്ഞാറ നടയിൽ വന്ന് പടിഞ്ഞാറ നടയിൽ നിന്ന് ആ ദീപസ്തംഭത്തിൻ്റെ വേണുഗോപാലിനെ കാണാം. പിന്നെ കുറച്ച് പിന്നെ പുറകോട്ടിറങ്ങി നിന്നാൽ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കാണാം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പടിഞ്ഞാറ നടയിലൂടെ പുറത്ത് വന്ന് ആ തെക്കേ നടയിൽ വരുമ്പോൾ ആ കൂവളത്തിനെ കാണാം. കൂവളത്തിനെ കണ്ട് കൂവളത്തിൻ്റെ ആ തറയിനൊന്ന് പ്രദക്ഷിണം വെച്ചാൽ ആ മഹാദേവൻ്റെ അനുഗ്രഹം കൂടിയും കിട്ടും. അങ്ങനെ അവിടെ എത്തിയിട്ട് പ്രദക്ഷിണം വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇന്നും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ കണ്ടു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.